ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ ഷാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് അരിയും അതുപോലെ തന്നെ കൊപ്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം അരിയും കൊപ്രയൊക്കെ എടുക്കാനും. അപ്പോൾ ഇതാ അരി നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഒരു മിക്സിയിൽ ചെറിയ ജാറിലിട്ട് വേണം പൊടിക്കാൻ. നല്ലോണം ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതാ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതാ ഇതിലോട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നത് അവലാണ്. അവൽ ഞാൻ ഒരു കപ്പോളം അവൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും ഇതാ ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അതും ഞാനതാ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊപ്രയാണ് വേണ്ടത്. കൊപ്രയും നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അത് കൊപ്ര അധികം കണ്ട് പൊടിച്ചെടുക്കുന്നു വേണം, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ എല്ലാതും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ നല്ലോണം മിക്സ് ആയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ടും. അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബോൾസ് ആക്കി എടുക്കാനാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇത് ബോൾസ് ആക്കി എടുക്കുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ശർക്കര പാനി കൂടുതലായിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കട്ടെ. കുറഞ്ഞു പോയാൽ നമ്മളിത് ബോൾസ് ആക്കി എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഇതാ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.